യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ സാക്ഷികളാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും നിൻമുഖവും ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് കുറേ ഉടമ്പടി പ്രകാരം ദൈവം മരിയൻ ഉടമ്പടി കുറേ നേർച്ച വസ്തുക്കൾ തന്നിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മൾക്ക് ബുദ്ധി പ്രയോഗിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ്രൂപം, പിന്നെ പച്ചത്തിരി നീരത്തിരിയും ഒരേ സമയം തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതും വിശ്വാസം പ്രത്യാശിക്കുന്നതുമാണ്. ഒരേ സമയം തന്നെ പ്രത്യാശയും വിശ്വാസവുമാണ്. ഇപ്പോൾ പച്ചത്തിരി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? കരിഞ്ഞു കിടക്കുന്ന അവസ്ഥകളിൽ നിന്നല്ല. നമ്മളിപ്പോഴ് ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അഹ്റോൻ്റെ വടിയെ പച്ച നിറമുള്ള ഇലകൾ കൊണ്ട് ഉണക്ക വടിയെ തളർപ്പിച്ച പോലെ ദൈവം എൻ്റെ ജീവിതത്തെയും തളർപ്പിക്കും. അതാണ് പച്ച. Take the bread of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ആരാധന കൈവിശുകൊണ്ട് ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സംഖ്യ 17:8. സംഖ്യാപുസ്തകം 17:8. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ഒരു വല്ലാത്ത കാഴ്ചയാണ്. ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനിലുണ്ടോ ഇല്ലയോ എന്ന് ജനം സംശയിച്ചപ്പോൾ ദൈവം അടയാളം കൊടുത്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എല്ലാവരും ഇവിടെ ഒയിറ്റിക്കാതെ നിൽക്കുകയാണ്. എത്രാമത്തെ പ്രാവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവളോട് കരഞ്ഞ്. അവളോട് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ആരോടും ചോദിച്ചില്ല. എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ കരഞ്ഞ്. എന്നോട് പറഞ്ഞ് 10ാമത്തെ പ്രാവശ്യം. കുടുംബം എന്തുമാത്രം വെളുത്ത് കാണും. ഇപ്പോഴും അവൾക്ക് ഹോപ്പില്ല. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞ് ചോദിക്കാൻ, എന്താണ്? ഇനി നിൻ്റെ ബുദ്ധി കൊണ്ടല്ല, നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ ജയിപ്പിക്കുമെന്ന് കൈയടിച്ച് കർത്താവ് ഒരുമിച്ച് പാടുക.
കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഈ വാഗ്ദാന പേടകം നമ്മുടെ ഈ അഹരോൻ്റെ ഉണക്ക കമ്പ് അത് ബദാം കായ്ച്ച് പച്ച ഇലകൾ ചാർത്തി ബദാം കായ്ച്ച് നിൽക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ അരികിലാണ്. അതാണ് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വാഗ്ദാന പേടകം. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങളുടെ ജീവിതം കരിഞ്ഞുപോയി, ബിസിനസ് വന്ന് കടം കയറി മുടിഞ്ഞുപോയി, നിങ്ങൾക്ക് ജപ്തി നടപടിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ആ ഉണക്ക കമ്പിനെ വെക്കുക അല്ലേ? വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ പച്ചത്തിരി കത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. അവർക്കൊരു സ്വപ്നം ഉണ്ടായി. ഒരു പച്ച വെളിച്ചം ഇങ്ങനെ കടന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ രൂപം വിരിഞ്ഞ് വരണേ. പിന്നെ പിറ്റേ ദിവസം മുതൽ ഉടമ്പടിക്ക് അടിക്കടി അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പച്ച നിസ്സാരമല്ല ശരിക്കും. പച്ചയുടെ ഉടമ്പടിയുടെ പ്രത്യാശയുടെ കളറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേ അലക്സ് തോമസ് എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യമുണ്ടായി. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കടി തകർച്ച സംഭവിക്കുമ്പോഴും പുള്ളി പറയും, ഞാൻ ഉടമ്പടിയുടെ ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയി, ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതാണ് എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരളിയുണ്ട്, ഭാര്യയുടെ ആങ്ങള, അപ്പോൾ ഭയങ്കര അടുപ്പമുള്ള അങ്ങർക്ക് ലിവർ ക്യാൻസർ വന്നു. അതായത് ലിവർ സിറോസിസ് വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റിന് അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോണറിനെ കിട്ടി, കരൾ കൊടുക്കാനുള്ള ആളെ കിട്ടി. പക്ഷേ അവിടെ ചെന്നപ്പോൾ കരൾ തരാനുള്ള ആളെ കിട്ടി. പക്ഷേ എന്താ കുഴപ്പം? ഇയാൾക്ക് ഇൻഫെക്ഷനായിപ്പോയി. ആർക്ക്? ലിവർ മാറ്റി വെക്കേണ്ട ആളിന് ഇൻഫെക്ഷനായി. ഈ ഉടമ്പടി എടുത്ത അലക്സ് തോമസ് സാക്ഷ്യത്തിൽ പറയണത്, ഞാനത് മൈൻഡ് ചെയ്യില്ല, ഇൻഫെക്ഷനായിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടിയുടെ ബലത്തിൽ മുന്നോട്ട് പോയെന്ന്. അതാണ് പച്ചയെന്ന് പറഞ്ഞത്, അതാണ് പ്രത്യാശ. അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കും, അത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രത്യാശ നൽകണമേ. പ്രത്യാശ എന്ന ദൈവിക പുണ്യം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ,
നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പോൾ ഉടമ്പടിയുടെ കാലഘട്ടങ്ങളിലെ പ്രോസസ് ടൈമില്ലേ, എൻ്റെ പ്രക്രിയാ സമയം, ഈ പ്രക്രിയാ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അല്ലാതെ നമ്മളുടനെ ഉടമ്പടി എടുക്കണ കാലത്ത്, ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പറയും. അങ്ങനെ നിങ്ങൾ പൊട്ടികൾ വാസ്തവത്തിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, യൂദാസ് പുണ്യാളനെയൊക്കെ പെട്ടിക്കൊണ്ടുവന്ന് എഴുതിയിടണ പോലുള്ള എഴുതിയിടലല്ല ഈ സംഭവം. ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും. നിങ്ങൾ ഓർക്കണത് ഇപ്പോൾ യൂദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം, ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് പുണ്യാളൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ല. അത് നടക്കാൻ പറ്റണേ നടക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്ക് നിങ്ങൾക്കുള്ള ഉദ്ദേശമുണ്ടാകും. കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ്, അല്ലാതെ അപേക്ഷ കെട്ടി താത്തണ പരിപാടി അല്ലല്ലോ. ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്. ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്നതിനുള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട്. അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിൾ അല്ലാതെ ഇരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല. നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ ഒലിയിട്ട് നടക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈതലായി മാറിയോ? നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ? അത് സന്തോഷത്തോടെയാണ് കൈമാറിയത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് സാക്ഷ്യം പറയണത്, എനിക്ക് 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന്. നമ്മൾ അപ്പോഴെങ്കിലും അവൾക്ക് ബോധം വന്നല്ലേ. എന്താ കാര്യം? അവൾക്ക് ഈ പത്രം കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ബാക്കി എല്ലാം അവൾ ചെയ്യുന്നുണ്ട്. ആ കണക്കിനൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ചൊപ്പിച്ച് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, വചനമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ പത്രം കൊടുക്കത്തില്ല കക്ഷി. പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത്. എന്നൊക്കെ ഭ്രാന്തുണ്ടാകുന്ന ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാണ് കൊടുപ്പിക്കണമെന്ന്. അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ജോമോളിനൊക്കെ അറിയാം, അല്ലെങ്കിൽ വിജയകുമാറിനറിയാം. അവരാണല്ലോ ഫസ്റ്റ് ഹാൻഡ് ഡിസേബിളായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ. ഇത് ഓളോടെ സഡൻ വന്നതാണ്. ഓളോണെ സഡൻ വെച്ചാൽ വിത്തിൻ 72 മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടിയുടെ മൊത്തം സംഭവങ്ങൾ വെളിപ്പെട്ടത്. അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല. പച്ചത്തിരി, നീലത്തിരി, ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരുവോ എല്ലാം എനിക്ക് വേണം 72 മണിക്കൂറല്ല. ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓൺലൈനിൽ ആണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയാമല്ലോ സത്യം പറഞ്ഞാൽ. പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ. ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സഭയിലൊന്നും പറയാൻ പറ്റത്തില്ല. ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് സഭാപിതാക്കന്മാരോട് വൃത്തിപരമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ്, ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന്, അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ. അപ്പം ഞാനത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു. ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ കാര്യത്തിലും. അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാൻ അറിയണത്. പച്ചത്തിരിയെന്ന് എഴുതി വെച്ചെന്നല്ലാതെ ബദാം കായ്ക്കണ കാര്യമൊന്നും അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ജപ്തി നടപടിക്കാരൻ വരുമ്പോൾ അത് അവരിപ്പോൾ നമുക്ക് ജപ്തി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു. അപ്പം ജപ്തി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല, ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കരുന്ന്. അപ്പോൾ എൻ്റെ ബാങ്കുകാരൻ മനുഷ്യൻ പറയുന്നത് 19-ാം തീയതിയാണ് ജപ്തി എന്ന്. മാതാവ് ഉടമ്പടിയുടെ 19-ാം തീയതി ഡേറ്റ് ജപ്തിയായ അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലെ ഇരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആകും. സംഭവം പ്രത്യാശ ഇവർക്കില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആകും. ഇപ്പോൾ ഇന്ന് ഈ അലക്സ് തോമസിൻ്റെ കഥ കണ്ടില്ലേ? അലക്സ് തോമസ് ഉടമ്പടി ചെയ്തു.
അനിയൻ ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ലിവറിന് വീണ്ടും ഇൻഫെക്ഷനായി. അതൊക്കെ മൈൻഡ് ചെയ്യില്ല. ഉടമ്പടി ആ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി, ലിവർ മാറ്റിവെച്ചു. ലിവർ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി. 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി. പക്ഷേ അളിയനെ ഇപ്പോഴും ബോധം വന്നില്ല. അപ്പം പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും. കാര്യം എന്താ, അയാൾ മറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി. പക്ഷേ ലിവർ സ്വീകരിച്ച ആളിന് ബോധമില്ല. 20 ദിവസമായിട്ടും ബോധം വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെന്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും അലക്സ് തോമസ് പറയും, ഉടമ്പടി എടുത്തതാണ്, ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അതാണ് പ്രത്യാശ എന്ന് പറയണത്. ആ അളിയന് ബോധമില്ലാതെ മറ്റാൾ പോവുകയും അളിയന് ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ സിറ്റുവേഷൻസ് മോശമായി വെന്റിലേറ്ററൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് ഉടനെ അലക്സ് തോമസ് ഇവിടെ വന്നിട്ട് മാതാവിന് പറയും, അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും. അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും. രാത്രി ആ വെന്റിലേറ്റർ കയറ്റാനുള്ള ആൾ കണ്ണ് തുറക്കും. അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോൾ അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ പറയുന്നത്, സിറ്റുവേഷൻസ് ഇത്തിരി മോശമാണ്, കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, ഞാനിങ്ങനെ തടിയെ പോലെ നിൽക്കണമെന്നേ ഉള്ളൂ, അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കണത്, വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ബുദ്ധി വേണം. ഞാൻ പറയുന്നത് ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം. അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കരയാനും വിഷമിക്കാതിരുന്നാൽ ഉടമ്പടി ബ്രേക്കാവും. ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ. നമുക്ക് എപ്പോഴും വരണത് തനത് കൃപയെന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോണ, അവന് ഇഷ്യൂസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ട്, രോഗങ്ങളുണ്ട്, ജോലിയില്ല, സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനേ ഉള്ളൂ. കേരള ഡിസീസ് എന്ന് പറഞ്ഞത് മുതിർന്നവർക്ക് ചിലർക്ക് പെൻഷൻ കിട്ടണില്ല, ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് റേഷൻ കട്ടായിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളൂ. ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു, ചിലർ വിസ ട്രബിളിൽ വന്നിരിക്കുന്നു. അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡായിട്ട് ലാഗ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട്. ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത, ഒരു 60% പേർക്കും ഇല്ലാത്ത, ഒരു 40% പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട്. ചിലർക്ക് 20% പേർക്ക് മാത്രമുള്ള അപൂർവ തടസ്സങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന, എന്നാൽ വേറെ ആൾക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയുന്നത്, തടസ്സങ്ങൾ. ഈ തനത് തടസ്സങ്ങൾ ഇപ്പം നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ. ഇപ്പം നിൻ്റെ അണിയന് ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണം, ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല. അതാണ് നിൻ്റെ തനത് തടസ്സം. ഇത് ഈ വിഷയം എല്ലാം നമ്മൾ അടുത്തുള്ള പുരയിടങ്ങളൊക്കെ വിറ്റ് പോണ്, അവർക്ക് ആവശ്യമില്ലാത്തവർ പോലും വന്ന് മേടിച്ചുകൊണ്ട് പോണ്. പക്ഷെ നമ്മുടെ പുരയിടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുരയിടം മേടിക്കാൻ ആരും വരണില്ല. തനത് തടസ്സമെന്ന് പറയും. ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസാണ്. അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ് അതിൻ്റേതായിട്ടുള്ള ഗ്രേസ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏലിയായുടെ ഒരു സഹോദരനാണ്, പ്രവാചക സഹോദരനാണ് എലീഷ. എപ്പോഴും ഏലിയയെ കണ്ടപ്പോൾ എന്നോട് എലീഷ പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞു. അത് അത്രയേ ഉള്ള കാര്യം. നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാളും പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:9. 2 രാജാക്കന്മാർ 2:9. മറുകരെ എത്തിയപ്പോൾ ഏലിയ എലീശായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ ഏലിയ ചോദിക്കുകയാണ് പ്രവാചകനോട്. അവൻ എടുക്കപ്പെടുകയാണ്. അപ്പൊ അതിന് എന്താണ് ഇവന് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിക്കാൻ. എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ്, പാടുള്ള കാര്യമാണെന്ന് ചോദിക്കണത് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോഴ് എലീശായ്ക്ക് ഇരട്ടി പങ്ക് ദൈവം കൊടുക്കുന്നതായിട്ടാണ് ബൈബിൾ ചരിത്രം അവസാനിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? എലീശായ്ക്ക് ഏലിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനുണ്ട്. മിഷൻ ബേസ്ഡ് ആയിട്ടാണ് പോണത്. അപ്പം നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ് ചെയ്യേണ്ടത്. വേറെ കാര്യമൊന്നുമില്ല. വെറുതെ വായിട്ട് അലക്കിയിട്ടുകൊണ്ട് കൃപ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ്. മറ്റുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ, അവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളിയിൽ കുർബാന കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ്. കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെയിലത്ത്, നല്ല വെയിലാണ്, നല്ല വെയിലത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല. അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഉടമ്പടിയിലെ ഏറ്റവും ടഫ് മിഷൻ ഈ പത്രത്തിൻ്റെ മിഷനാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ മാസം ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതാണ് ആ മാസം ചെയ്തത്. 100 മറ്റേ കാണും നമ്മൾ കൊടുക്കണത്. അതിലിരട്ടി ഉണ്ടാവും. ഒരു ദിവസം 10 അല്ല ഇടണത്, 10 ഉടമ്പടി സാക്ഷ്യങ്ങളല്ലേ ഇപ്പം അപ്പ് ചെയ്യണത്. അപ്പോൾ അതിലൊരു 100 എടുത്തിട്ട് 10 ദിവസത്തെ എടുത്തിട്ടാണ് 10 കൊടുക്കണത്. അപ്പോൾ ഈ സാക്ഷ്യം വായിക്കുമ്പോൾ ആ സാക്ഷ്യം സ്ഥിരമായിട്ട് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്, സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ പ്രശ്നം ദൈവം ചെയ്ത കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അതിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ആൾക്കാർ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവർ സാക്ഷ്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം. 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഉറക്കം വന്നില്ലല്ലോ. ഒരു സഹോദരി ഇന്നലെ പറഞ്ഞത്, എനിക്ക് ഉറക്കം വന്നില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന് ഇപ്പം മിൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ സാക്ഷ്യം ഈ ആഴ്ചയിലുണ്ടായതാണ്. വലിയ സാക്ഷ്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മിൻറ്റു, ഞാൻ അയർലൻഡിൽ ധ്യാനം നടത്തുമ്പോൾ ആ അയർലൻഡിലെ ധ്യാനത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ അനങ്ങാതിരുന്ന് ഗർഭത്തെ ശിശു ആരാധന സമയത്ത് കുതിച്ചു ചാടി. അപ്പോൾ കർത്താവ് മിൻറ്റുവിനൊരു അടയാളം കൊടുത്തതാണ്. എന്താണ്? നിൻ്റെ കുഞ്ഞ് എൻ്റെ കൈവപ്പുള്ളതാണ്. ഇനി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും നീ മൈൻഡ് ചെയ്യരുത്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾക്കൊരു അടയാളം കിട്ടുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ സാധനം സംഭവിക്കാൻ പോകുന്നു, നമ്മൾ കലങ്ങരുതെന്ന അതിൻ്റെ അർത്ഥം. ഒരർത്ഥം അതാണ്. അപ്പം മിൻറ്റു ഭയങ്കര സന്തോഷമായി. എന്താണ്? ആരാധനയിലല്ലേ ആദ്യമായിട്ട് ഗർഭദശിച്ച് തുള്ളിച്ചാടണത്. ഇപ്പം കർത്താവിൻ്റെ കയ്യൊപ്പുള്ള കുഞ്ഞാണ് എന്നവൾ ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് അവൻ്റെ നടുവലിൻ്റെ മൂട്ടിൽ ഒരു മുഴ വരാൻ തുടങ്ങി, ട്യൂമർ വരാൻ തുടങ്ങി. അത് ട്യൂമറാണെന്ന് കണ്ട് ബ്ലീഡിങ്ങൊക്കെ വന്ന് നോക്കിയപ്പോൾ ട്യൂമറാണ്.
ട്യൂമറാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ട്യൂമർ വളർന്നു കൊണ്ടേയിരിക്കുകയാണ്. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നം, ട്യൂമർ എന്ന് പറയുന്ന ഒരു ബലൂൺ പോലെ ഇങ്ങനെ കുറേ വെള്ളമായിട്ടൊക്കെ ഇരിക്കും. അതിങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ രക്തം മുഴുവനും ട്യൂമർ വിഴുങ്ങും. കുഞ്ഞ് രക്തമില്ലാതെ കുഞ്ഞിന് ലിവർ അടിച്ചു പോകും, ബ്രെയിൻ ചുരുങ്ങിപ്പോകും. അങ്ങനെ കിഡ്നി, 3 പ്രശ്നമാണ് ട്യൂമർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവൾ കിടുങ്ങിപ്പോകും. അങ്ങോട്ട് കാര്യമൊക്കെ മനസ്സിലാവും, കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാവും, ട്യൂമർ വളരെ. പക്ഷേ ഇവൾ ഉടമ്പടിയിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഷയം, നമ്മുടെ വിഷയം എല്ലാം ദൈവത്തിൻ്റെ വിഷയമായി മാറും. കാര്യം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, അതാണ് വിഷയം. നമുക്ക് ജോലിയില്ല, ദൈവത്തിന് ജോലിയില്ല. നമുക്ക് പനിയാണോ, ദൈവത്തിന് പനിയാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് പോണത്. നമുക്ക് കടത്തിലാണോ, ദൈവം കടത്തിലാണ്. എന്നാൽ ദൈവത്തിന് തനതായിട്ട് തോന്നും. ഇപ്പോൾ ഉടമ്പടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിനക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്ത് സ്വന്തം പോലെയാക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി വഴിയായി ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നതും ചെയ്യും.